മഹാലക്ഷ്മി സീരിയലിന്റെ പുത്തൻക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഞെട്ടലോടെ നിൽക്കുന്ന മേഘനോടായിട്ട് ശ്രീമതി പറയുന്നുണ്ട്, നിന്റെ അച്ഛനും പ്രതാപനും ചേർന്ന് ഒരുത്തിന് കൊട്ടേഷൻ കൊടുത്തിരുന്നല്ലോ. അതിനു മുൻപ് കണ്ണനും ആനന്ദവും കൂടി നിന്റെ അച്ഛനും കരുണയുടെ അച്ഛനും കൊട്ടേഷൻ കൊടുത്തു. ഗുണ്ടകളുടെ തല്ലുകൊണ്ട് രണ്ടുപേരും ദേഹം ചതഞ്ഞിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കാണ്. നിന്റെ അച്ഛന് വലിയ പരിക്കുകളൊന്നും ഇല്ല എന്നും കരുണയുടെ അച്ഛന് ഗുരുതര പരിക്കുകളുണ്ട് എന്നെല്ലാം ശ്രീമതി പറയുമ്പോൾ, നമ്മൾ എന്തായാലും യാത്ര പോയത് നന്നായി, ഇല്ലെങ്കിൽ നമുക്കും എന്തെങ്കിലും സംഭവിച്ചേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. കണ്ണനും അവന്റെ ഭാര്യയും എല്ലാം അറിഞ്ഞിട്ട് സന്തോഷത്തിലാണെന്ന് ശ്രീമതി പറയുമ്പോൾ, എന്റെ അച്ഛനെയും പ്രതാപൻ അങ്കിളുടെയും കൈവച്ചത് ആരാണെന്നാണ്, അവനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് മേഘൻ പറയുന്നുണ്ട്. രണ്ടുപേർക്കും കണക്കിന് കിട്ടി. പ്രതാപനെ വീട്ടിൽ വെച്ചാണ് തല്ലിയത്. നിന്റെ അച്ഛനെ ഇവിടെ നിന്നും ഫോണിൽ വിളിച്ചു വരുത്തിയാണ് തല്ലിയത്. നിന്റെ അച്ഛനോട് തന്നെ പ്രതാപനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു എന്നും ശ്രീമതി പറയുന്നുണ്ട്. തുടർന്ന് ഇനി എന്തായാലും സ്വത്തും പണവും ഒന്നും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും തൊഴിൽ തേടി ഇറങ്ങാൻ നോക്ക്. കണ്ണനെ സോപ്പിട്ട് നിർത്തിയിരുന്നെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ തന്നേനെ, ആ സമയത്ത് ഉടക്കി എന്നെല്ലാം ശ്രീമതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ, മേഘേട്ടനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും തരില്ലെന്നല്ലേ കണ്ണേട്ടൻ പറഞ്ഞതെന്ന് മഞ്ജു പറയുമ്പോൾ, അവൻ അങ്ങനെ പറയും, പക്ഷെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കാമായിരുന്നു. ഇവിടുത്തെ കൊച്ചിനെ എങ്ങനെ ഇനി ഇറക്കി വിടുന്ന കാര്യത്തിലാണ് ഞാൻ വിഷമിക്കുന്നത് എന്നെല്ലാം ശ്രീമതി പറയുമ്പോൾ, അപ്പോൾ ഞാൻ കൊണ്ടുവരുന്നത് സ്ത്രീധനം കൊണ്ടാണോ സ്വാതിയെ കല്യാണം കഴിപ്പിച്ചു വിടാൻ നിശ്ചയിച്ചിരുന്നത് എന്ന് മഞ്ജു തിരിച്ചു ചോദിക്കുമ്പോൾ, ഇവനും ഇവന്റെ അച്ഛനും കൂടി കൂട്ടിവെച്ചതൊന്നും പോരാ സ്വാതിയെ കെട്ടിച്ചു വിടാൻ, അതിന് മുകളിലൊക്കെ വേണ്ടി വരും. അതിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് കണ്ണനും ദുർഗയും പറഞ്ഞിരുന്നു. ഇപ്പൊ അതെല്ലാം ഇല്ലാതായി. ഈ സംഭവം കൂടി കഴിഞ്ഞതോടെ കണ്ണൻ ഇനി ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ ശ്രീമന്തിനി. തുടർന്ന് ഇത്ര പെട്ടെന്ന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘനെ ചീത്ത വിളിച്ച് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. ശേഷം ഇനി ഇവൾക്ക് കൂടി ഞങ്ങൾ തന്നെ വെച്ചു വിളരണം, അല്ലാതെ ഒരു പാത്രം പോലും ഇവള് കഴുകില്ല എന്നെല്ലാം മഞ്ജുവിനെ കുറ്റപ്പെടുത്തി ശ്രീമന്തിനി സംസാരിക്കുമ്പോൾ, ശത്രുക്കള് പന പോലെ വളരുന്ന ഈ സമയത്ത് നമ്മളിങ്ങനെ വീട്ടിൽ വെച്ച് പരസ്പരം വഴക്കടിക്കരുത്, അത് അവരെ സന്തോഷിപ്പിക്കുമെന്നെല്ലാം ശ്രീമതിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘൻ. പിന്നീട് കാണിക്കുന്നത് കണ്ണന്റെ കാലിൽ കുഴമ്പിട്ട് തടവി കൊടുക്കുകയാണ് മഹി. തുടർന്ന് വിരലൊന്ന് ചലിപ്പിക്കാനായിട്ട് മഹി ആവശ്യപ്പെടുമ്പോൾ കണ്ണൻ അങ്ങനെ ചെയ്യുന്നതും അത് കണ്ട് മനസ്സ് നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ മഹിയുടെ. കിട്ടിയ ചലനശേഷി പോകുമെന്ന പേടി തനിക്കുണ്ടോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരു ഭയമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് മഹി. ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നുകളൊന്നും തോമസ് സാർ അധികം തന്നു വിട്ടിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ചിലർ കണ്ണും കാതും ഒക്കെ കൂർപ്പിച്ച് നടക്കില്ലേ, ചെറിയ പഴുത് കിട്ടിക്കഴിഞ്ഞാൽ മരുന്ന് മാറ്റാനെന്ന് മഹി പറയുമ്പോൾ, താൻ ഇവിടെ വരുന്നതിന് മുൻപ് എന്റെ രണ്ടാനമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷെ അതെല്ലാം അഭിനയമായിരുന്നു എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. എങ്കിലും ഞാൻ അവർക്ക് മോൻ തന്നെയായിരുന്നല്ലോ, എന്നിട്ടും അവർക്ക് എങ്ങനെ മരുന്ന് മാറ്റാൻ മനസ്സ് തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് യാത്രയൊക്കെ കഴിഞ്ഞ് മേഘൻ വന്നിട്ടുണ്ട്. അവന്റെ അച്ഛനും കരുണയുടെ അച്ഛനും നല്ല തല്ല് കിട്ടിയ സ്ഥിതിക്ക് അവനിനി കൂടുതൽ അപകടകാരിയാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ശരിക്കും അലർട്ട് ആവണമെന്നും മഹിയോടായിട്ട് കണ്ണൻ പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മളെ ഇതുവരെ അപായപ്പെടുത്താൻ നോക്കിയിട്ടും അവർക്ക് ഒന്നിനും കഴിഞ്ഞില്ലല്ലോ, നമുക്ക് നമ്മളെ വിശ്വസിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കാം, ആ ശക്തി എല്ലാം നോക്കിക്കോളൂവെന്നും മഹി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. തുടർന്ന് തോമസ് ഡോക്ടറുടെ ചികിത്സയിൽ ഇപ്പോ ചെറിയൊരു പ്രതീക്ഷയുണ്ട് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, തോമസ് സാറിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ അത്ഭുതം കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെല്ലാം മഹി പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം കണ്ണേട്ടൻ എന്തായാലും നടത്തിയിരിക്കും, അതിനി അധികം താമസം ഒന്നും ഇല്ല എന്നും മഹി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിന്റെ അടുത്ത് വന്നിട്ട് മേഘൻ രാവിലെ ചായ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, അമ്മ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ അടുക്കളപ്പണിക്ക് ആളില്ല എന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സ്വാതി വരുമ്പോൾ, മോളെ നിനക്കൊരു ചായ ഇട്ട് തന്നൂടെ എന്ന് മേഘൻ ചോദിക്കുമ്പോൾ, ഞാനിടുന്ന ചായ ഏട്ടന് പണ്ടേ ഇഷ്ടമല്ലല്ലോ, ചേച്ചിയോട് പറഞ്ഞ ചായ ഇടാൻ പറഞ്ഞൂടെ എന്നെല്ലാം സ്വാതി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ, ഞാൻ അടുക്കളപ്പണി ചെയ്യാനൊന്നും അല്ല ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതിനിയുടെ നേരെ വഴക്കിന് ചെല്ലുന്നുണ്ട്. ഇതേ സമയം വാമനയും കൊണ്ട് ശ്രീമന്തിനെ എത്തുന്നുണ്ട് കേട്ടോ. വിളിച്ചു വരുത്തി തല്ലിച്ചതാണല്ലേ എന്ന് മേഘൻ ചോദിക്കുമ്പോൾ, എന്നേക്കാൾ കൂടുതൽ തല്ല് കിട്ടിയത് പ്രതാപനാണെന്നും അയാൾക്ക് ഇപ്പോ വീൽ ചെയറിൽ ഇരിക്കേണ്ട അവസ്ഥയാണെന്നും വാമൻ പറയുന്നുണ്ട് മേഘനോട്. ആരാച്ച ഇത് ചെയ്തത് എന്ന് മേഘൻ ചോദിക്കുമ്പോൾ, മാർക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. അപ്പോ അവനല്ലേ പ്രതാപനങ്ങൾ പൈസ കൊടുത്തത് എന്ന് മേഘൻ ചോദിക്കുമ്പോൾ, പക്ഷേ ഞങ്ങളെ തല്ലിയ സമയത്ത് അവനാണ് അത് ചെയ്തത്, അവൻ മുഖം മറിച്ചിട്ടാണ് വന്നിട്ടാണ് അതൊക്കെ ചെയ്തത്, പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് കുറച്ചു മുമ്പ് അവൻ എന്നെ വിളിച്ചു, എന്നിട്ട് സത്യങ്ങളെല്ലാം പറഞ്ഞു അവനാണ് പ്രതിയെന്ന്. പൈസ മുടക്കിയ പ്രതാപന് ഇതുകൂടി കേട്ടൊരു ഷോക്ക് ആവണ്ട എന്ന് കരുതിയിട്ട് അയാളോട് തൽക്കാലം ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ വാമൻ. അവനൊരു പുലിയാണെന്നല്ലേ പ്രതാപനങ്ങൾ പറഞ്ഞത് എന്നെല്ലാം മേഘൻ തിരിച്ചു ചോദിക്കുമ്പോൾ, അതെ അവന്റെ കൈക്ക് ഭയങ്കര കരുത്താണ്, വരൻ പുലിയുടെ കൈക്കരുത്താണെന്നും വാമൻ പറയുമ്പോൾ, പക്ഷെ പൈസ വാങ്ങിയിട്ട് നെറുകേട് അവൻ കാണിക്കുന്നവനാണ് മാർക്കോ എന്നെല്ലാം വാമൻ പറയുമ്പോൾ, അങ്ങനെയുള്ളവരോട് നമ്മളും നെറുകേട് കാണിക്കണമെന്ന് മേഘൻ പ്രതികാരത്തോടു കൂടി പറയുമ്പോൾ, ഇനി അച്ഛന്റെ പുറകെ നടന്നിട്ട് മോനും തല്ല് വാങ്ങി കൂട്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ട് വാമനെയും കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ സീമന്തിനി. ശേഷം അമ്മ ഒരു ചായ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് മേഘം പറയുമ്പോ നീയൊരു ഭർത്താവല്ലേ, നിന്റെ ഭാര്യയ്ക്ക് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളത് എന്റെ കുറ്റമൊന്നുമല്ല. തുടർന്ന് മഞ്ജുവിനോടും സ്വാതിയോടും അടുക്കള പണികളൊക്കെല്ലാം പഠിച്ചെടുക്കണമെന്ന് സീമന്തിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ പോയതിനു ശേഷം സ്വാതിയുടെ സ്വഭാവം ശരിയല്ല എന്ന രീതിയിൽ സ്വാതിയെ കുറ്റം പറയുന്ന മഞ്ജുവിനോടായിട്ട് ഇപ്പൊ അതൊന്നും അല്ലല്ലോ മോളെ ഇവിടുത്തെ വിഷയം, ആ മാർക്കോയല്ലേ, അവന് ഞാൻ തളച്ചിരിക്കും, ആരും പൈസ വാങ്ങിച്ചിട്ട് അത്രയ്ക്ക് മിടുക്കനാവണ്ട മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് മേഘൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാർക്കോയെ പറ്റി തോമസ് വൈദ്യർ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. രണ്ടാളും ഒരാൾ തന്നെ ആവാനാണ് സാധ്യത. പിന്നെ എന്താണ് അയാളെ എന്റെ മുന്നിൽ വരാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെല്ലാം മഹി പറയുമ്പോ അത് നമ്മുടെ സംശയം മാത്രമാണല്ലോ, സത്യം ആവണമെന്നില്ല എന്ന് കണ്ണൻ തിരിച്ചു പറയുമ്പോ നമ്മളെ സഹായിക്കാൻ ഒരു ശക്തി നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് കണ്ണേട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അത് ശരിയാണ്, മരണം മുന്നിൽ കണ്ടപ്പോ ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്ന് കണ്ണനും പറയുന്നുണ്ട്. തുടർന്ന് ഇനി തോമസ് ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോ അയാളെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ എന്ന് മഹി ചോദിക്കുമ്പോ കർക്കിടക മാസത്തിൽ ഉഴിച്ചിലിനും പിഴിച്ചിലിനും ഒക്കെ അയാൾ വരൂ എന്നല്ലേ തോമസ് സാർ പറഞ്ഞത്, ആ സമയത്ത് അയാളെ ഉറപ്പായും കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ മഹിയോട്. തുടർന്ന് മാർക്കോ സഹായങ്ങളൊന്നും സ്വീകരിക്കുന്ന കൂട്ടത്തിലല്ല എന്നും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടും നമ്മളെ തീരെ മനസ്സിലാക്കാത്തവരാണ് നമ്മുടെ ബന്ധുക്കളെ ഉൾപ്പെടെ എല്ലാവരും എന്ന് കണ്ണനും മഹിയും പരസ്പരം പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മാർക്കോയെ നേരിട്ട് കാണാനുള്ള ആവേശത്തിലാണ് താനെന്നും അയാളുടെ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, മാർക്കണ്ഡേയൻ. ഞാൻ കണ്ടതും ദൈവിക അംശമുള്ള ആ പേരുകാരന് തന്നെയാണ് മാർക്കോ എന്ന മാർക്കണ്ഡേയനെ എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് അയാൾ ശരിക്കും ആരായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് മാർക്കോ ലോപ്പസിനോടായിട്ട് പറയുന്നുണ്ട്, ഒരുത്തൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി മറ്റൊരുത്തനെ അവിടെ തന്നെ കിടത്തിയിരിക്കുകയാണെന്ന് പറയുമ്പോ അവിടെ കിടത്തിയതിനല്ലേ നമുക്ക് പണം തന്നത് എന്ന് ലോപ്പസ് പറയുമ്പോ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും പണം അടിച്ചു മാറ്റിയാൽ നമുക്കൊന്നും സംഭവിക്കില്ല, കണ്ണൻ സാറും ഭാര്യയും എത്രത്തോളം നല്ലവരാണെന്ന് എനിക്കറിയാം, അവരെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ പഞ്ഞിക്കിടണമെന്ന് ദൈവം പോലും ആഗ്രഹിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. കണ്ണൻ സാറിനെ അന്ന് രക്ഷിച്ചതും അദ്ദേഹത്തിന്റെ ഭാര്യയെ രാത്രി ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചതും നീ തന്നെയാണെന്ന് അവർക്ക് അറിയാമോ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ രണ്ടാളും ഒരാൾ തന്നെയാണെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, തൽക്കാലം അത് സസ്പെൻസ് ആയിട്ട് തന്നെ നിലനിൽക്കട്ടെ എന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ ലോമസിനോട്. ഇതേ സമയം SI വന്നിട്ട് മാർക്കോയോട് പറയുന്നുണ്ട്, നീ എന്റെ കൂടെ ഒന്ന് വരണം, നിന്റെ പേരിൽ ഒരു കേസ് ഉണ്ട്, ഒരു പെണ്ണ് പൊതുനിരത്തിൽ വെച്ച് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട് എന്ന് എല്ലാം SI പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മാർക്കോ. അപ്പൊ നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ഒരു പെൺകുട്ടി ഞങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ കഴിയില്ല, ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം എന്നും SI പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ആരാ ഈ പരാതി തന്നത് എന്ന് ലോപ്പസ് ചോദിക്കുമ്പോൾ അത് ഞാൻ ഇവനോട് പറഞ്ഞോളാം എന്ന് SI പറയുന്നുണ്ട്. തുടർന്ന് ഇവിടെ നിന്റെ ശത്രുക്കൾ തന്നെയായിരിക്കും നീ അകത്ത് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ SI. തുടർന്ന് മാർക്കോ ലോപ്പസിനോട് പറയുന്നുണ്ട്, നീ എന്തായാലും വക്കീലിനെ ഒന്ന് വിളിക്കാൻ പറയുമ്പോൾ സാറേ ഇവനെ ജാമ്യത്തിൽ വിട്ടേക്കണേ എന്ന് SIയോടായിട്ട് ലോപ്പസ് പറയുമ്പോൾ ജാമ്യം കിട്ടാത്ത വകുപ്പാണെന്നും കോടതിയിൽ പോകേണ്ടി വരുമെന്നും SI പറയുന്നുണ്ട് കേട്ടോ. ശേഷം മാർക്കോയെ മാറ്റി നിർത്തിയിട്ട് ലോപ്പസ് പറയുന്നുണ്ട്, ചെയ്യാത്ത കുറ്റത്തിനാണ് നിന്നെ ഇവര് കൊണ്ടുപോകാൻ പോകുന്നത്, നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പരാതി കൊടുത്ത പെണ്ണിനെ നമ്മൾ കാണേണ്ട രീതിയിലൊന്നും കാണാം എന്നെല്ലാം പറയുമ്പോൾ അവളെയല്ല കാണേണ്ടത്, അവളെ പറഞ്ഞു വിട്ട ആളെയാണെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ ലോപ്പസിനോട്. പിന്നീട് സീമന്തിനിയാണെങ്കിൽ വാമന്റെ അടുക്കല് മഞ്ജുവിന്റെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീ ഒന്നും മിണ്ടാതിരിക്കുക, അവളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയല്ലേ എന്ന് സീമന്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വാമൻ. ഇതേ സമയം മേഘം വന്നിട്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ മാർക്കോയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികാരത്തോടെ ചിരിക്കുകയാണ് കേട്ടോ മേഘൻ. എന്തായാലും തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയത് മേഘനാണെന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ മേഘൻ അറിയും, മാർക്കോ അറിയുന്നുണ്ടാവും. ഈ കേസിൽ കണ്ണൻ തന്നെ മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാവുകയും മാർക്കോയെ പുറത്തിറക്കുകയും മേഘന്റെ ചതി കൈയോടെ പൊക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്